ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നീതുവിന്റെ ചേട്ടൻ അഖിലും ഫ്രണ്ട്സും കിളിക്കൂട്ടിലേക്ക് വരികയാണ്. പുറത്തിരിക്കുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, ആരാ എന്താ? അപ്പോൾ അഖിൽ ചോദിക്കുകയാണ്, എന്താടോ കാരണവരെ, വീട്ടിലാളില്ലേ? അപ്പൊ ഭാസ്കരൻ ചോദിക്കുന്നു, ഉമ്മറത്ത് പുട്ടുകുറ്റി പോലെ ഇരിക്കുന്ന എന്നെ കണ്ടിട്ട് നിനക്ക് ആളാണെന്ന് തോന്നുന്നില്ലേടാ? ഇത് കേട്ട് അഖിൽ പറയുകയാണ്, കാരണവർക്ക് ഫോൺ പോയിട്ടില്ല. ഭാസ്കരൻ മീശ പിരിച്ച് അഖിലിനെയും ഫ്രണ്ട്സിനെയും നോക്കുകയാണ്. അഖിൽ ചോദിക്കുന്നു, നിങ്ങളുടെ മകൻ ആ മെക്കാനിക്ക് വീട്ടിലുണ്ടോ? അപ്പോൾ ഭാസ്കരൻ പറയുന്നു, വണ്ടി റിപ്പയർ ചെയ്യാനാണെങ്കിൽ കടയിൽ ചെന്ന് നോക്കടാ, എന്തിനാ വീട്ടിൽ വരുന്നേ? അപ്പോൾ അഖിൽ പറയുകയാണ്, കണ്ടില്ലടാ അയാളുടെ അഹങ്കാരം, ആ മെക്കാനിക്കിനെ വിളിക്ക്. എടാ മെക്കാനിക്ക്, പുറത്തേക്ക് ഇറങ്ങി വാടാ. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് സുഭാഷും സുധീഷും. സുഭാഷ് ചോദിക്കുന്നു, ആരാ നിങ്ങള്? നിങ്ങൾക്ക് എന്താ വേണ്ടേ? അഖിൽ ചോദിക്കുന്നു, എവിടെയാ മെക്കാനിക്ക്? അവനൊഴിച്ച് ബാക്കി എല്ലാവരും ഇങ്ങോട്ട് വന്നല്ലോ. ഭാസ്കരൻ പറയുന്നു, എടാ ബൈക്ക് റിപ്പയർ ചെയ്യാനും കണ്ട കടയിൽ ചെന്ന് നോക്കാതെ ഇവിടെ വന്നിരിക്കുക, വിവരമില്ലേ നിനക്കൊന്നും? ബൈക്ക് റിപ്പയർ ചെയ്യണമെങ്കിൽ കടയിൽ ചെല്ലണം. ഇത് കേട്ട് അഖിൽ പറയുന്നു, കാരണവരെ മിണ്ടാതിരിക്കെ. സുധീഷ് ചോദിക്കുന്നു, എന്താടോ കാരണവരെ എന്നൊക്കെ വിളിക്കുന്നത്? കുറച്ച് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അഖിൽ ചോദിക്കുന്നു, നിങ്ങളുടെ വീട്ടിലൊരു മെക്കാനിക് ഇല്ലേ, അവനെവിടെ? അവനെന്തിനാ നീ അന്വേഷിക്കുന്നത്? നിനക്ക് എന്താ വേണ്ടതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അഖിൽ ചോദിക്കുകയാണ്, അവൻ വെറുതെ ഇരിക്കില്ലേ? അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, അവൻ വെറുതെ ഇരുന്നാൽ ബൈക്കൊക്കെ എങ്ങനെയാടാ ഓടുന്നത്? അവൻ റിപ്പയർ ചെയ്യണ്ടേ, വിവരമില്ലാത്തവൻ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അഖിൽ പറയുകയാണ്, കാരണവര് തമാശ പറയുന്നത് കേട്ടില്ലേ? ഇവരെന്തിനാ ഹരീഷിനെ അന്വേഷിക്കുന്നതെന്ന് സുധീഷ് പതിയെ ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, കള്ളു കുടിച്ചിട്ട് വന്നാന്ന് തോന്നുന്നു. അപ്പൊ സുധീഷ് പറയണ, ഞാൻ ചോദിക്കാം, ആരാടാ നീയൊക്കെ? എന്തിനാ ഹരീഷിനെ അന്വേഷിക്കുന്നത്? സുഭാഷ് ചോദിക്കുന്നു, ആരാ നിങ്ങളൊക്കെ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? അഖിൽ ചോദിക്കുന്നു, നിങ്ങളുടെ അനുജൻ ആ മെക്കാനിക്ക് വെറുതെ ഇരിക്കില്ലേ, എന്തിനാ എന്റെ സഹോദരിയുടെ പിന്നാലെ നടക്കുന്നേ? ആരാടാ നിന്റെ സഹോദരി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, നീതുവാ എന്റെ സഹോദരി. ഇത് കിട്ടിഞ്ഞിട്ട് മുഖത്തോട് മുഖം നോക്കി സുഭാഷ് ചോദിക്കുന്നു, നീതുവിന്റെ ചേട്ടനായിരുന്നു? പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, ഇത് വന്ന ഉടനെ പറയണ്ടായിരുന്നോ? വെറുതെ ആവശ്യമില്ലാതെ 10 മിനിറ്റ് കളഞ്ഞു. ഇപ്പൊ നീതുവിന് എന്താ പ്രശ്നം? ഹരീഷിനെ എന്തിനാ നിങ്ങൾ കാണാൻ വന്നേ? അഖിൽ ചോദിക്കുന്നു, ആ മെക്കാനിക്ക് എന്തിനാ എന്റെ പെങ്ങളോട് സംസാരിക്കുന്നത്? അപ്പൊ സുധീഷ് പറയുന്നു, നിന്റെ പെങ്ങൾ അവനോട് സംസാരിച്ചാൽ അവൻ തിരിച്ചു സംസാരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അഖിൽ പറയുകയാണ്, ഇനി ആ മെക്കാനിക്ക് എന്റെ പെങ്ങളോട് സംസാരിക്കാൻ പാടില്ല. എന്റെ പെങ്ങളെ വേണം അവന്. അവനൊക്കെ ഒരു ആണാണോ? അപ്പൊ സുധീഷ് പറയണ, അവനൊരാണായതുകൊണ്ട് നിന്റെ പെങ്ങളെ അവനോട് സംസാരിക്കുന്നത്. ദേഷ്യത്തോടു കൂടി അഖിൽ പറയണ, എന്റെ പെങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ഭാസ്കരൻ ചോദിക്കുന്നു, നിനക്ക് നിന്റെ പെങ്ങളെ കെട്ടിച്ചു വിടാനുള്ള കഴിവില്ലെങ്കിൽ ഇവിടെ വന്ന് ബഹളം വെക്കണോ? കാണാൻ ഭംഗിയുള്ള പയ്യന്മാരാണെങ്കിൽ പെൺകുട്ടികൾ നോക്കും, സംസാരിക്കുകയും ചെയ്യും. നീ പോയി നിന്റെ പെങ്ങളെ നിലക്കി നിർത്ത്. എന്റെ മകൻ എന്താ നിന്റെ വീട്ടിൽ കയറി വന്ന് നിന്റെ പെങ്ങളുടെ കൈയും പിടിച്ച് ഇറങ്ങിപ്പോയൊന്നുമില്ലല്ലോ. ഇതൊക്കെ നീ പോയി നിന്റെ പെങ്ങളോട് പറ. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, അച്ഛാ ഞാൻ സംസാരിക്കാം. നീതുവിന് ഹരീഷിനെ ഇഷ്ടമാ, അതുകൊണ്ടാ നീതു ഹരീഷിനോട് സംസാരിക്കുന്നത്. ഹരീഷിനും നിങ്ങളുടെ സഹോദരിയെ ഇഷ്ടമാ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ. ഇത് കേട്ട് അഖിൽ ചോദിക്കാണ്, സമ്മതമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചയക്കണമെന്നാണോ പറയുന്നത്? ഇതൊക്കെ ഒരു വീടാണോ? ഇടിഞ്ഞ ചുവരും 4 ഓടും. നാട്ടിൽ ഒരാളെങ്കിലും നിങ്ങൾക്ക് വില തരുന്നുണ്ടോ? ഇതൊന്നും ഒരു വീടല്ലടാ, ലോഡ്ജ്. ഈ വീട്ടിലേക്ക് ഞാൻ എന്റെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ചയക്കണമെന്നോ? എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ പെങ്ങളെ നീ പെണ്ണ് ചോദിച്ചത്? അതും ഇങ്ങനെ ഒരു വീട്ടിൽ താമസിച്ചോണ്ട്. അടിച്ച് പല്ല് താഴെ ഇടും ഞാൻ. മുന്നിലേക്ക് കയറി നിന്ന് സുധീഷ് പറയുന്നു, നീ ഒന്ന് ദേഹത്ത് കൈവച്ച് നോക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ കൈവയ്ക്കടാ. അങ്ങനെ സുധീഷ് അഖിലിനെ പിടിച്ചു തള്ളുകയാണ്. അഖിലും ഫ്രണ്ട്സും സുധീഷിന്റെ നേരെ വരുമ്പോൾ സുധീഷും അവരെ തല്ലുന്നു. സുഭാഷ് സുധീഷിനെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ്. അഖിലിനെ തള്ളി മാറ്റി സുധീഷിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് സുഭാഷ് പറയുകയാണ്, മാറി നിൽക്കടാ സുധീഷ്, പറയുന്ന കേക്ക്. അപ്പൊ സുധീഷ് പറയുകയാണ്, നിന്റെ പെങ്ങള് എന്റെ അനുജനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കല്യാണം നടത്തും. നിനക്ക് പറ്റുമെങ്കിൽ തടയടാ. അഖിൽ ചോദിക്കുന്നു, കല്യാണം നടത്തുമെന്നോ? ഇങ്ങനെ ഒരു വീട്ടിലേക്ക് എന്റെ പെങ്ങള് വരുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു വീടാണോ? ഇത് ലോഡ്ജാ. ഇവിടേക്ക് ഏതെങ്കിലും ഒരു പെണ്ണ് വരുമോ? സുഭാഷ് ചോദിക്കുന്നു, നിങ്ങളുടെ പ്രശ്നം എന്താ? അപ്പോൾ അഖിൽ പറയുകയാണ്, മാനം കെട്ട വീട്. ഈ വീട്ടിൽ വേണോ എന്റെ പെങ്ങള് ജീവിക്കാൻ? ഇനി ഒരിക്കൽ കൂടി നിങ്ങളുടെ അനുജൻ എന്റെ പെങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടാൽ അവന്റെ കൈയും കാലും വെട്ടും ഞാൻ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി സുധീഷ് പറയുന്നു, എന്ത് ചെയ്യുന്നു? അവന്റെ നഖത്ത് നീ തൊടില്ല. അവന്റെ അടുത്തേക്ക് നീ പോകണമെന്ന് ചിന്തിച്ചാൽ തന്നെ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കും. മര്യാദയ്ക്ക് പോകുന്ന നിനക്ക് നല്ലത്. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, പോടാ, പറയുന്ന കേട്ടില്ലേ? ഇത് കേട്ട് ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് അഖിൽ പറയുകയാണ്, നിങ്ങളുടെ അനിയനോട് മര്യാദയ്ക്ക് ജീവിച്ചോളാൻ പറ. ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നു, നീ നിന്റെ പെങ്ങളോട് പോയി പറയടാ, ഇറങ്ങി പോടാ. അപ്പൊ സുധീഷ് പറയണ്, ഇവന്മാര് അടി വാങ്ങിയിട്ടേ പോവുകയുള്ളൂ. അതിന് സുധീഷിനെ പിടിച്ചു മാറ്റി സുഭാഷ് പറയുന്നു, പോകാനല്ലേ നിങ്ങളോട് പറഞ്ഞത്, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകും. ഇത് കേട്ട് അഖിലും ഫ്രണ്ട്സും അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എന്താടാ ഇതെല്ലാം? പ്രശ്നത്തിന് മുകളിൽ പ്രശ്നമാണല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, വരട്ടെ സുഭാഷേട്ടാ, അവന്മാർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഇത് ലോഡ്ജാണെന്ന്. സുഭാഷേട്ടൻ തടഞ്ഞതുകൊണ്ടാ. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, തൽക്കാലം വിടടാ. പിന്നീട് കാണിക്കുന്നത് ഒരു അഡ്വക്കേറ്റിനെ കാണാനായി വരികയാണ് സുധീഷും നിധിയും. അഡ്വക്കേറ്റ് ചോദിക്കുന്നു, ഡിവോഴ്സ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങളല്ലേ എന്നെ വിളിച്ചേ? അപ്പൊ നിധി പറയുന്നു, അതെ മാഡം, എന്റെ പേര് നിധി, ഇതെന്റെ ഹസ്ബൻഡ് സുധീഷ്. അഡ്വക്കേറ്റ് ചോദിക്കുന്നു, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? അപ്പൊ നിധി പറയുകയാണ്, ഡിവോഴ്സ് വേണം മാഡം. മ്യൂച്വലായിട്ട് ഡിവോഴ്സ് അപ്ലൈ ചെയ്യാൻ പോവുകയാണോ എന്ന് അഡ്വക്കേറ്റ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, അതെ മാഡം. ഡിവോഴ്സിന് എന്താ കാരണമെന്ന് അഡ്വക്കേറ്റ് ചോദിക്കും. സുധീഷിനെ അത് നോക്കിയിട്ട് നിധി പറയുകയാണ്, ഞങ്ങളുടെ രണ്ടുപേരും കൂടി ശരിയാകുന്നില്ല, അതാ കാരണം. ഇത് കേട്ട് അഡ്വക്കേറ്റ് പറയുന്നു, കോർട്ടില്
ഇതൊരു റീസൺ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ നിധി പറയണം, മാഡം ഞാൻ ഡിവോഴ്സ് ചോദിച്ചിട്ട് സുധീഷ് എനിക്ക് ഡിവോഴ്സ് തന്നില്ലെങ്കിലോ അല്ലെങ്കിൽ സുധീഷ് ഡിവോഴ്സ് ചോദിച്ചിട്ട് ഞാൻ സുധീഷിന് ഡിവോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിലോ ആണ് കാരണം പറയേണ്ടി വരിക. ഞങ്ങള് രണ്ടുപേരും ഇപ്പം മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചോദിക്കുന്നത്. ഇത് കേട്ട അഡ്വക്കേറ്റ് പറയുകയാണ്, അങ്ങനെയാണെങ്കിലും ഉടനെ ഒന്നും ഡിവോഴ്സ് കിട്ടില്ല, കൗൺസിലിങ്ങിന് പോകാൻ പറയും. അവിടെ ഉറപ്പായിട്ട് നിങ്ങളോട് റീസൺ ചോദിക്കും. അപ്പൊ നിങ്ങൾ റീസൺ പറഞ്ഞേ പറ്റൂ. സുധീഷ് കുറച്ചു നേരം പുറത്തിരിക്കും, ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ഇത് കേട്ട് നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് പുറത്തേക്ക് പോവുകയാണ്. നിധി പറയുന്നു, മാഡം ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ല, അന്നത്തെ സാഹചര്യത്തിൽ കല്യാണം കഴിക്കേണ്ടി വന്നതാ. ഇത് കേട്ട് അഡ്വക്കേറ്റ് ചോദിക്കാണ്, ആരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണോ? അപ്പൊ നിധി പറയുന്നു, അങ്ങനെയല്ല മാഡം, എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ കല്യാണം അപ്രതീക്ഷിതമായി നടന്നതാ. ഞങ്ങളുടെ കല്യാണം നടക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല മാഡം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഒരുമിച്ച് ജീവിക്കാനുള്ള കാരണങ്ങളും ഇല്ല. ഡിവോഴ്സ് കിട്ടിയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി നോക്കി പോകാം. പ്ലീസ് മാഡം, എങ്ങനെയെങ്കിലും ഡിവോഴ്സ് വാങ്ങിത്തരണം. ഇത് കേട്ട് അഡ്വക്കേറ്റ് ചോദിക്കുന്നു, ഞാൻ സുധീഷിനോടൊന്ന് സംസാരിക്കട്ടെ. നിധി ചെന്ന് സുധീഷിനോട് വരാൻ പറ. ശരിയെന്ന് പറഞ്ഞ് സുധീഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, സുധീഷ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്താ അവര് പറഞ്ഞെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, എന്തിനാ ഡിവോഴ്സ് ചെയ്യുന്നേ? കാരണം എന്താ? നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചു. സന്ദർഭം കാരണമാണ് കല്യാണം നടന്നത്, ഒരുമിച്ച് ജീവിക്കാൻ കാരണങ്ങളില്ല, അതുകൊണ്ടാ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു. നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം എങ്ങനെയാ നടന്നെന്നുള്ള കഥയൊന്നും അവരോട് പറയണ്ട, ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരിയെന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോവുകയാണ്. അവിടേക്ക് വന്ന സുധീഷിനോട് അഡ്വക്കേറ്റ് പറയുന്നു, ഇരിക്കെ, എന്താ നിങ്ങളുടെ ഇടയിലെ പ്രശ്നം? അപ്പൊ സുധീഷ് പറയുകയാണ്, ഒരു പ്രശ്നമില്ല മാഡം. അപ്പോൾ അഡ്വക്കേറ്റ് പറയുകയാണ്, പക്ഷേ ഒരുമിച്ച് ജീവിക്കാൻ കാരണമില്ലെന്നാണല്ലോ നിധി പറയുന്നത്. എന്താ റീസൺ കോർട്ടിൽ പറയണ്ട, പക്ഷേ എന്നോട് പറഞ്ഞാൽ ഫർദർ ഹിയറിംഗ്സിൽ എനിക്കതൊരു ഹെൽപ്പ് ആകും. എന്ത് റീസൺ കൊണ്ടാ നിങ്ങളെ ഡിവോഴ്സ് ചോദിക്കുന്നത്? കാണാൻ എങ്ങാണ്, പ്രശ്നമൊന്നുമില്ലാന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല? അപ്പൊ സുധീഷ് പറയുകയാണ്, എനിക്ക് ഡിവോഴ്സ് വേണ്ട മാഡം. നിധിയാ ഡിവോഴ്സ് ചോദിക്കുന്നത്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് മാഡം, ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ട്. പക്ഷേ നിധിക്കത് ഇഷ്ടമല്ല മാഡം, അതുകൊണ്ട് അവള് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് ചോദിക്കുന്നു, നിധിക്ക് സുധീഷിനെ ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ സുധീഷ് പറയുകയാണ്, അയ്യോ അങ്ങനെയൊന്നും ഇല്ല മാഡം, ഞങ്ങളുടെ കല്യാണം യാദർച്ഛികമായി നടന്നതാ. പക്ഷേ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിധിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നു. എനിക്കത് കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല മാഡം. ഇത് കേട്ട് അഡ്വക്കേറ്റ് പറയുകയാണ്, ഇതൊക്കെ സുധീഷിന് നിധിയോട് പറഞ്ഞൂടെ? എന്നിട്ടൊരു തീരുമാനം എടുക്ക്. അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ പറഞ്ഞാൽ അവള് കേൾക്കില്ല മാഡം, ഡിവോഴ്സ് വാങ്ങിയേ പറ്റൂ എന്നുള്ള തീരുമാനത്തിലാണ്. അഡ്വക്കേറ്റ് ചോദിക്കുന്നു, ഇപ്പൊ ഞാൻ ഡിവോഴ്സ് പ്രൊസീജ് ചെയ്യണോ അതോ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കുമോ? അപ്പൊ സുധീഷ് പറയണ, മാഡം ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, നിധിക്ക് ഡിവോഴ്സ് വേണോ എന്നുള്ള തീരുമാനം തന്നെയാ, മാഡം അപ്ലൈ ചെയ്തോ. ഇത് കേട്ട് അഡ്വക്കേറ്റ് പറയുന്നു, ഓക്കെ ഐ വിൽ ഡു ഇറ്റ്. നിധിയെയും കൂട്ടിക്കൊണ്ട് വാ. തുടർന്ന് സുധീഷ് നിധിയെയും കൂട്ടി അഡ്വക്കേറ്റിന്റെ മുമ്പിലേക്ക് വരികയാണ്. അഡ്വക്കേറ്റ് പറയുന്നു, ഇരിക്കെ, നിങ്ങളുടെ പ്രൂഫ്സ് എല്ലാം എന്താ? നിധിയും സുധീഷും ആധാർ കാർഡ് കൊടുക്കുമ്പോൾ ഫോണിൽ അതിന്റെ ഫോട്ടോസ് എടുക്കുകയാണ് അഡ്വക്കേറ്റ്. തുടർന്ന് ഒരു ഫോം അവരുടെ കയ്യിലേക്ക് കൊടുത്ത് അഡ്വക്കേറ്റ് പറയുന്നു, ഈ ഫോമിൽ സൈൻ ചെയ്യേ. നിധി സന്തോഷത്തോടുകൂടി ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള ഫോമിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. വിഷമത്തോടുകൂടി നിധിയെ ഒന്ന് നോക്കിയിട്ട് സുധീഷും സൈൻ ചെയ്ത് കൊടുക്കുന്നു. അഡ്വക്കേറ്റ് പറയുന്നു, ഓക്കെ ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാം, അപ്പൊ നിങ്ങൾ രണ്ടുപേരും വന്നാൽ മതി. ഇത് കേട്ട് നിധി പറയുന്നു, ഓക്കെ ഷ്യൂർ മാം, താങ്ക് യു. അങ്ങനെ നിധി സന്തോഷത്തോടുകൂടി സുധീഷിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് നിധിയും സുധീഷും റോഡ് സൈഡിലൂടെ നടന്നു വരുമ്പോൾ ചാനലുകാരെ കാണുകയാണ്. അവർ മൈക്കുമായി അവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ സുധീഷ് പറയുന്നു, ഞാൻ നിങ്ങളുടെ ചാനൽ കാണാറുണ്ട്, നല്ല വീഡിയോസാ, ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, സൂപ്പർ, ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണ്. ഇത് കേട്ട് അവർ പറയുന്നു, അപ്പൊ ഉറപ്പായും എന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരുമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് അല്ലേ? അപ്പൊ സുധീഷ് പറയണ, അതെ. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ്. അവർ പറയുന്നു, നിങ്ങളെ രണ്ടുപേരെയും കുറിച്ചും ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ചോദിക്കുന്ന സുധീഷ് പറയുമ്പോൾ നിധി പറയണ, അതൊന്നും വേണ്ട. അപ്പോൾ അവർ പറയണ, ഫണ്ടായിരിക്കും മേഡം, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കാം, പേരെന്താ? അപ്പൊ സുധീഷ് പറയുന്നു, എന്റെ പേര് സുധീഷ്, ഇതെന്റെ വൈഫ് നിധി. നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നോ എന്ന് അവർ ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അതെ. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ്. ഇത് കണ്ടൊന്ന് ബദറി സുധീഷ് പറയുന്നു, എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ചോദിക്ക്. ശരി ചോദിക്കാന്ന് പറഞ്ഞ അവർ ചോദിക്കാണ്, നിധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ? ബ്ലൂ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ഞെട്ടി സുധീഷിനെ നോക്കുകയാണ്. അവർ ചോദിക്കുന്നു, കറക്റ്റ് ആണോ മാം? നിധി പറയുന്നു, ആ അതെ. അവർ ചോദിക്കുന്നു, നിധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? അപ്പൊ സുധീഷ് പറയണ, നിധിക്ക് എല്ലാം ഇഷ്ടാ, കൂടുതൽ ഇഷ്ടം ചിക്കനാ, വെജില് സാമ്പാറും ഇഷ്ടാ. അങ്ങനെ സുധീഷ് നിധിയുടെ ഇഷ്ടങ്ങൾ പറയുമ്പോൾ വിശ്വസിക്കാനാകാതെ സുധീഷിനെ തന്നെ നോക്കുകയാണ് നിധി. ഇഷ്ടപ്പെട്ട സ്ഥലവും ഇഷ്ടപ്പെട്ട ആക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ സുധീഷിനോട് ചോദിക്കുകയാണ് അവർ. നിധിയുടെ ഇഷ്ടങ്ങളെല്ലാം കൃത്യമായി പറയുകയാണ് സുധീഷ്. അവർ പറയുന്നു, സൂപ്പർ, മാഡത്തിനെ പറ്റി എല്ലാം അറിയാലോ, എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറഞ്ഞ ആദ്യത്തെ ആള് സുധീഷ. മാഡം ലക്കിയ. ഇനി മാഡത്തിനോട് ചോദിക്കാം, സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. സുധീഷിന് ഏത് കളറാ ഇഷ്ടം? നിധി റെഡ് എന്ന് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, അല്ല എനിക്ക് ബ്ലാക്ക് ഇഷ്ടം. നിധി ഈയിടയ്ക്ക് എനിക്കൊരു ഷർട്ട് വാങ്ങിച്ചിരുന്നു, അത് റെഡ് കളർ ആയിരുന്നു, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് നിധി അങ്ങനെ പറഞ്ഞു. സുധീഷിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് അവർ ചോദിക്കുമ്പോൾ സംശയത്തോടു കൂടി നിൽക്കുകയാണ് നിധി. സുധീഷ് നന്നായി കഴിക്കാറുണ്ട്, ഫിഷ് ഇഷ്ടമാണെന്ന് തോന്നുന്നു.
തോന്നുന്നു. അപ്പൊ സുധീഷ് പറയണേ, എനിക്ക് ഫിഷ് അത്ര ഇഷ്ടമല്ല, എനിക്ക് മട്ടനാണ് ഇഷ്ടം, വീട്ടിലങ്ങനെ വാങ്ങാറുമില്ല മട്ടൻ, അതുകൊണ്ടാണ് നിധിക്ക് അറിയാത്തത്. ഇത് കേട്ട് പുഞ്ചിരിച്ച് അവർ ചോദിക്കുന്നു, വഴക്കുണ്ടായാൽ ആരാ ആദ്യം സോറി പറയുക? അപ്പൊ നിധി പറയുകയാണ് സുധീഷ്. അവർ ചോദിക്കുന്നു, ആരാ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്? അപ്പൊ നിധി പറയുകയാണ്, അത് ഞാനാ. ഇത് കറക്റ്റ് ആണോ ബ്രോ എന്ന് അവർ ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതെ. ഇത് കേട്ട് ആൻകർ പറയുകയാണ്, ഇതൊക്കെ സമ്മതിക്കുന്നതിന് നല്ല ധൈര്യം വേണം. സൂപ്പർ. അങ്ങനെ അവർ നിധിയോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. സുധീഷിന്റെ ഇഷ്ടങ്ങളൊന്നും നിധിക്ക് പറയാൻ പറ്റുന്നില്ല. തുടർന്ന് ആൻകർ പറയുകയാണ്, നിധി 2-3 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ തെറ്റിച്ചുവെങ്കിലും സുധീഷ് എല്ലാത്തിനും കൃത്യമായി മറുപടി തന്നു. നമ്മുടെ ചാനലിന്റെ വകയെ അവർക്കൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാം ബ്രോ. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് ഒരു ബൊക്കെ അവർക്ക് സമ്മാനമായി കൊടുക്കുകയാണ് ആൻകർ. സുധീഷും നിധിയും ചേർന്ന് സന്തോഷത്തോടു കൂടി അത് വാങ്ങുന്നു. ആൻകർ പറയുന്നു, നല്ല അണ്ടർസ്റ്റാൻഡിംഗ് കപ്പിൾസ് ആണ് നിങ്ങൾ. തുടർന്ന് ബൊക്കയും പിടിച്ച് സുധീഷിന്റെ ഒപ്പം നടന്നു വരികയാണ് നിധി. സുധീഷ് സന്തോഷത്തോടു കൂടി മുന്നോട്ട് നടന്നു വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നിധി പറയുന്നു, അണ്ടർസ്റ്റാൻഡിംഗ് കപ്പിൾ ആണെന്ന്. ആരാ ഇവരൊക്കെ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ വേണമെങ്കിൽ അവരെ വിളിച്ചിട്ട് ഇപ്പം ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് വരുന്ന വഴിയാണെന്ന് പറയാം. നിധി ചോദിക്കണം, അതൊക്കെ എന്തിനാ, വെറുതെ ഇരിക്കുക, അതല്ലേ സത്യം, നമുക്ക് പറയാമെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിരുന്നാ മതി, അതൊക്കെ എന്തിനാ ഇവരോട് പറയുന്നത്? എങ്ങനെ സുധീഷിന് എന്നെ പറ്റി എല്ലാം അറിയാവുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി എന്റെ കൂടെ തന്നെയില്ലേ, പിന്നെ എനിക്കറിയില്ലേ? അപ്പൊ നിധി പറയുകയാണ്, അവര് ചോദിച്ച ചോദ്യത്തിന് ഞാനും കൃത്യമായ മറുപടിയൊക്കെ പറഞ്ഞത്, അത് ശ്രദ്ധിച്ചില്ലായിരുന്നു? പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, ശ്രദ്ധിച്ചു, ചിലത് കറക്റ്റ് ആയിരുന്നു, ചിലത് തെറ്റായിരുന്നു. നിധി ചോദിക്കുന്നു, സുധീഷിന് ഇഷ്ടപ്പെട്ട കളർ ഏതാ, എന്താ കഴിക്കാൻ ഇഷ്ടം, അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി എന്നോടും പറഞ്ഞിട്ടില്ലല്ലോ, അതൊക്കെ ഞാൻ അറിഞ്ഞില്ലേ? അപ്പൊ നിധി പറയുകയാണ്, വെറുതെ ഓരോന്ന് തട്ടിവിട്ടതാ, പകുതി സ്ത്രീകൾക്കും ബ്ലൂ അല്ലെങ്കിൽ പിങ്ക് ആയിരിക്കും ഇഷ്ടം. ഇത് കേട്ട് പുഞ്ചിരിച്ച സുധീഷ് പറയുകയാണ്, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ഗസ് ചെയ്ത് പറഞ്ഞതാണെങ്കിലും നിധിക്ക് എന്താണ് ഇഷ്ടമെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തില്ലേ, അത് മതി. ഇത് കേട്ട് നിധി പറയണ, ശരി വാ പോകാം. അങ്ങനെ ബൊക്ക വലിച്ചെറിഞ്ഞ് നിധി മുന്നോട്ട് നടന്നു പോവുകയാണ്. സുധീഷ് വിഷമത്തോടുകൂടി നിധിയെ ഒന്ന് നോക്കിയിട്ട് പിന്നാലെ പോകുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്